എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിൻസം കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന അന്ന പ്രോപ്പർട്ടീസ് ഹോം സ്വീറ്റ് ഹോം എന്ന പരിപാടിയുമായിട്ടാണ് ഇത്തവണ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആഹാരവും വസ്ത്രവും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ വീടാണ്. തല ചായ്ക്കാൻ ഒരു കൂര എന്നതിലപ്പുറത്തേക്ക് ഒരു വീട് നമുക്ക് തരുന്നത് സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവുമാണ്. അന്ന പ്രോപ്പർട്ടീസ് ഹോം സ്വീറ്റ് ഹോം എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് സാധാരണക്കാരുടെ സാധാരണ വീടല്ല, നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളുടെ വീടാണ്. അവരുടെ സങ്കല്പത്തിലുള്ള അവരുടെ വീട്ടിൽ സിനിമയ്ക്കപ്പുറത്ത് എങ്ങനെ ആ വീട്ടിൽ അവർ ചെലവഴിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അന്ന പ്രോപ്പർട്ടീസ് ഹോം സ്വീറ്റ് ഹോം എന്ന ഈ പരിപാടിയിലൂടെ ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത് ആരുടെ വീടാണെന്നറിയാമോ? മലയാള സിനിമയിലെ അമ്മയുടെ വീടാണ്. അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന മുഖം ആരുടേതായിരിക്കും? കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ. അതെ, കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. La 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 la. La 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 la. La 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 la. കോളിംഗ് ബെൽ. കോളിംഗ് ബെല്ലിന് പകരം മണിയാണ്. നമസ്കാരം ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു? ആലുവയുടെ തീരത്തെ സുന്ദരമായ ഒരു വീട്ടില് ആലുവയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്നു അല്ലേ? ഇതാണ് ആലുവ തീരത്തെ നമ്മുടെ സാമ്രാജ്യം അല്ലേ? ശരിക്കും ഒരു സാമ്രാജ്യം തന്നെയാണ്. ഭയങ്കര ഒരു പ്രകാശം. പെട്ടെന്ന് എനിക്കിങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴേ എന്താ പറയാന്നറിയോ, ഈ സാധാരണ നമ്മള് സിനിമ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സിനിമാക്കാരുടെ വീട്ടിൽ പോകുമ്പോ എല്ലാ ശില്പങ്ങളാണെങ്കിലും എല്ലാത്തിനും ഒരു ഛായ ആയിരിക്കും. മറ്റേ അവാർഡിന്റെ ഇവിടുത്തെ ശില്പങ്ങൾക്കൊക്കെ ഒരു വെറൈറ്റി ഉണ്ട്. ഫസ്റ്റ് ലുക്കിൽ എനിക്ക് അങ്ങനെയാ തോന്നിയത്. എല്ലാം എന്താ പറയാ, സിനിമയിൽ നിന്നും കിട്ടിയ. ഇവിടെ കൂടുതലും ഗണപതിയും കൃഷ്ണനും ആയിരിക്കും. കൃഷ്ണഭക്തയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കടുത്ത ഭക്തയാണല്ലേ? എന്തൊക്കെയാണ് പുതിയ സിനിമ വിശേഷങ്ങൾ? സിനിമാ വിശേഷങ്ങൾ നമ്മൾക്ക് ഇരുന്ന് സംസാരിക്കാം. കൈ നിറയെ വെണ്ണതരാ കവിളിലൊരുമ്മതരാ കണ്ണൻ കവിളിലൊരുമ്മതരാ. കൈ നിറയെ വെണ്ണതരാ കവിളിലൊരുമ്മതരാ കണ്ണൻ കവിളിലൊരുമ്മതരാ. ഓക്കെ ചേച്ചി ഇരിക്കൂ, ഞാൻ ഇവിടുത്തെ ആളായി. ഓ ആയിക്കോ, സന്തോഷേ ഉള്ളൂ. കുറച്ച് ദിവസമായോ അപ്പോ വീട്ടിലുണ്ടാവും? ഇല്ല, ഞാന് ദുബായ് അബുദാബി ഒക്കെ ഒന്ന് പോയിരുന്നു. അപ്പൊ എൻ്റെ ഈ അല്ലല്ല ഷൂട്ടിംഗ് അല്ല, എൻ്റെ ഈ 50th ആനിവേഴ്സറി കഴിഞ്ഞ വർഷം നടത്തിയായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് പരസ്യങ്ങൾ വന്നത് കാരണം ചാനലൊന്നും എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും പിന്നെ ഒരു കൊച്ചു സിനിമയുടെ പരിപാടിയുണ്ട്. ജാനുവരിയിൽ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. ജയരാജ് ഡയറക്ഷൻ. പിന്നെ കഥ 2 പേര് പുതിയ പിള്ളേരുടെയാണ്. എൻ്റെ പാർട്ണർ അബുദാബിയിലാണ്. അപ്പോൾ പുള്ളിയെ ഒന്ന് കാണണമായിരുന്നു, പുള്ളിക്ക് കഥയൊന്ന് പറഞ്ഞ് കേൾപ്പിക്കണമായിരുന്നു. അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി 3-4 ദിവസമായി വന്നിട്ടും 2 ദിവസവും ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സിനിമയുടെ പിന്നണിയിലേക്ക് കൂടി പിന്നണിയിൽ നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് പിന്നണിയിലേക്ക് മാറി. അങ്ങനെ പറയരുത്, ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി. പെണ്ണുങ്ങൾക്ക് കാശില്ലല്ലോ, അത് കാരണം ചിലപ്പോൾ വല്ലാത്ത വിഷമം തോന്നണം. ആണോ? നമുക്കൊരു കാര്യം ചെയ്യാം, സിനിമയെ കുറിച്ച് സംസാരിക്കാം, നമുക്ക് വീടിനെ പറ്റി സംസാരിക്കാം. അപ്പൊ വിഷമം ഉണ്ടാവില്ല. വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പാടില്ല. ചേച്ചി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 വർഷമായിട്ടുണ്ട്.
ചെന്നൈയിലെ തിരക്കേറിയ ലൈഫിൽ 37 വർഷം, കുറച്ചൊന്നുമല്ല. അപ്പം ഇവിടെ വന്നിട്ട് 8 വർഷം കഴിഞ്ഞു, 9ാമത്തെ വർഷമാണ്. അപ്പോൾ വന്ന് സ്ഥലം നോക്കി 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 മടുത്ത് അവസാനം നമ്മുടെ ഒരു സുഹൃത്ത് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനീയറാണ് ഈ സ്ഥലം കൊണ്ട് കാണിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, അങ്ങനല്ല ചേച്ചി ഈ സ്ഥലം കണ്ടാൽ വാങ്ങിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു ഇതൊന്നും തോന്നിയില്ല. പക്ഷെ ആ പാടം ഉണ്ടല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ, ആ പാടവും പുഴയും ഒരു അട്രാക്ഷനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭാവനയിൽ ഇങ്ങനെ കണ്ടു ഇവിടെ വീട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ. അപ്പൊ തോന്നി ഇത് മതിന്ന് തോന്നി. അങ്ങനെ ഭാവനയിൽ വിരിഞ്ഞൊരു വീടാണിത് അല്ലേ? എല്ലാം ഇതിന്റെ ഒരു പണികളിലും പ്ലാനിലും ഒക്കെ ചേച്ചിയുടെ ഒരു ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. 2 വർഷമായിട്ട് ഇവിടെ ഇനിയുണ്ട് പണികളൊക്കെ, ഇനിയും കുറേശ്ശെ ഉണ്ട്. ഇന്റീരിയലൊക്കെ ഇനിയും കുറച്ച് ചെയ്യാൻ. ഇന്റീരിയറിലൊക്കെ ആ ഒരു ഫ്രഷ്നെസ്സും എന്താ പറയാ ഒരു വെള്ളയുടെ ഒരു പീസ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വൃത്തി ഭയങ്കര നിർബന്ധമാണ്. അതാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു പൊടിയോ പൊടി ഭയങ്കര പ്രശ്നമാണ്. നമ്മള് ഫ്രണ്ടിന്ന് കയറി വരുമ്പോഴേ ഞാനതാണ് ഒരു രാജകൊട്ടാരം എന്ന് പറഞ്ഞത്. ശരിക്കും ഒരു വലിയ അതിനൊരു സാധാരണ നമ്മളൊരു പാർട്ടീഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടല്ലേ? അല്ല, ഒരു ഭയങ്കര വലിയ പോഷായിട്ടുള്ള ഒരു ലുക്ക്. അത് ഈ വലിപ്പം കൊണ്ട് തോന്നുന്നത്. അതാണ് ഡൈനിങ് ഹാളിൽ അങ്ങനെ ഒരു പാർട്ടീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ ശില്പങ്ങളിലൊക്കെ ഉണ്ട് അവർ ഈ കൃഷ്ണ ഭക്തിയുടെ ഒരു ഇതിലാണോ ഇത്തരം? തീർച്ചയായിട്ടും ഇവിടെ ഗണപതിയും കൃഷ്ണനും ആയിരിക്കും. അത് ഞാൻ കണ്ടു. ഗണപതിയുടെ നല്ലൊരു വിഗ്രഹം, വളരെ വെറൈറ്റി ഉള്ള ഒരു വിഗ്രഹമാണ് അത്. അത് എവിടുന്നാ ചെയ്ത് വാങ്ങിച്ചത്? അത് മദ്രാസിൽ. കേർട്ടൻസ് ഒക്കെ സെലക്ട് ചെയ്തത് തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ്. അപ്പൊ ഇനിയും കുറെ പണികളുണ്ട്, ബാക്കിയുണ്ട്. അങ്ങനെ നിൽക്കുന്നു. La 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 la